ഞാൻ പറയും നിക്കരിക്കണ്ട. എങ്ങനെ നിക്കരിക്കണ്ടെന്നില്ല. ഇബ്ലീസിനെ പോലെ വല്ല ആണിനോ പെണ്ണിനോ ആണോ എന്ന് ആഗ്രഹം നിക്കരിക്കണ്ട. കള്ള സത്യം ചെയ്തോ. എന്നാ എന്ത് ചെയ്യാ? അത് രണ്ടു മാത്രമല്ല, എന്ത് ഫസാദ് ഉണ്ടാക്കാം, എന്ത് കുതന്തരുണ്ടാക്കാം, എന്ത് കുറ്റവും ചെയ്യാം. നിക്കരിക്കണ്ടല്ലോ. നിക്കരിക്കാത്തവർക്ക് എന്ത് ചെയ്തുകൂടാ? എന്നിട്ട് ഇങ്ങനെ നിക്കരിക്കാത്ത താരിഖ് സലാത്തായിട്ട് നബിന്റെ മത പറഞ്ഞുകൊണ്ടെന്ന് ഒരു കാര്യമില്ല. നബിക്ക് എന്നോട് ഇഷ്ടമുണ്ടാവില്ല. നബിക്ക് മഹബത്ത് വേണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നമ്മളോട് മഹബത്ത് വേണമെങ്കിൽ നബിനോട് തുടർന്നോ. ജച്ചന്റെ മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് തുടരലല്ലാണ്ട് വേറെ ഒരു വഴിയുമില്ല. കിതാബിലെല്ലാം പറയാം. ദുനിയാവിലും ആഖിറത്തിലും വിജയത്തിന്റെ വഴിയുണ്ടെങ്കിൽ മുതാബഅത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ അഖ്വാലി വൽ അഫ്ആലി വൽ അഹ്വാൽ. ബഹായിദ്ദീൻ നഖ്ശബന്ദി റളിയല്ലാഹു അൻഹു തങ്ങളും പറഞ്ഞതങ്ങനെ, മുഅ്മിനേ നീക്ക് വൽ രക്ഷ വേണമെന്നുണ്ടെങ്കിൽ عليك بمتابعة رسول الله صلى الله عليه وسلم في الأقوال والأفعال والأعمال ومتابعة السلف الصالحين. ബഹായിദ്ദീൻ നഖ്ശബന്ദി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, നിനക്ക് വിജയം വേണമെന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹിയോട് തുടങ്ങണം, അഫ്ആൽ അഹ്വാലിൽ സലഫ് സാലിഹീങ്ങളോടും തുടങ്ങോ. നഅതകും മഅഹും ഫിൽ ജന്ന, അവരോട് കൂടെ എനിക്ക് സ്വർഗത്തിൽ സുഖമായി താമസിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഇതിന്റെ കാര്യം മോശം തന്നെയാണ്, പരാജയപ്പെട്ടു പോകും. ഈ കാവ്യവിമനിൽ കാണാം. അൽ അജീബത്തുൽ ഹസനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ആ ഹിക്കമിന്റെ ശരഹാണ് ഈ കാവ്യവിമം. അതിലുണ്ട് ബഹായിദ്ദീൻ നഖ്ശബന്ദി റളിയല്ലാഹു അൻഹു പറഞ്ഞതിനെ ഒരിടത്ത് ധരിച്ചു. എനിക്ക് രക്ഷപ്പെടണോ? വേറെ നാഗുകൊണ്ട് റസൂലുള്ളാഹിനോട് എനിക്ക് പ്രിയുണ്ട്, ഞാൻ നബിന്റെ മത പറഞ്ഞൊന്നും കാര്യമില്ല. ഇത് ഉള്ളിലെ ബത്തക്ക പോലെയൊന്നും പോരാ. ബത്തക്ക വരില്ല, ബത്തക്ക മുനാഫി, ബത്തക്ക മുസ്ലിം, ബത്തക്ക മുസ്ലിം ആയതുകൊണ്ട് കാര്യമില്ല. ഇത് ബത്തക്ക മുസ്ലിമോ? ബത്തക്ക എന്ന് പറഞ്ഞ മുകളിൽ പച്ച, ഉള്ളിൽ ചോപ്പ്, ഡേഞ്ചറാ. എനിക്ക് മനസ്സിലായില്ലേ? ഉള്ളിൽ ഡേഞ്ചറാ, മുകളിൽ പച്ചയാണ്, ബത്തക്ക ചോപ്പ. ഇതുപോലെ നിന്റെ നാവിലും റസൂലുള്ളാഹിനോട് തുടങ്ങി റസൂലുള്ളാഹിന്റെ ഉമ്മത്തും പറഞ്ഞുകൊണ്ട് കാര്യമില്ലടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് തുടങ്ങോ. എന്നിട്ട് നബിന്റെ മത പറഞ്ഞോ. നബിന്റെ മത എത്ര വേണമെങ്കിലും പറഞ്ഞ നബിക്ക് ഇഷ്ടം തന്നെയാണ്. നബിന്റെ മഹബത്ത് നമ്മൾക്കുണ്ടാവുകയും ചെയ്യും. മുന്തും സലാത്തും സലാം മദ്ഹും നബി വജനം മറാദുരത്തിടുകിൽ മഹബത്തകപ്പെടുമേ. നല്ലേ നബി പിരിശം നിന്റെ റിളായിൽ ചെന്ന് നഷ്ടം ഭവിത്തിടാതെ നിറവേറ്റണം. നിറവേറ്റണം എന്ന് പറഞ്ഞാൽ അതാ വെറും പിരിശല്ല. നബിയോടുള്ള മുതാബഅത്ത് വേണോ, നബിയോട് തുടരണം. എന്നാ സുബ്ഹാനല്ലാഹ് നമ്മൾക്ക് പരിപൂർണമായ മഹബത്തുണ്ടാവും നബിക്ക് നമ്മളോട്. അങ്ങനെ നബിന്റെ ചെറിയൊരു പ്രിയകാലം നമ്മൾക്ക് അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏടി ഒരു സ്ഥലത്തും വിഷമിക്കേണ്ടതില്ല. എല്ലാം വിജയം തന്നെയാണ്. ഖബറിലും വിജയം, മഹ്ശറിലും വിജയം, എല്ലാം നബിന്റെ ഒരു മഹബത്തുണ്ടെങ്കിൽ വിജയിച്ചു കഴിഞ്ഞു. അത് ബാഹു കൊണ്ട് പറഞ്ഞു പോരാ.